ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ബക്കറ്റിൽ വീട്ടിൻ്റെ മുകളിൽ നട്ടു വച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അത് ഈ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു കായാണ്, അത് പൊട്ടക്ക ചെറുതാണ്. വീണ്ടും അതിൽ വേറെ കായകളൊക്കെ ഉണ്ട്. ഇത് വലിയൊരു കായാണ്. വീണ്ടും വേറൊരു മുട്ട് ഇതാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്കിതിൽ ആകെ 2 കായേ കായ്ച്ചുള്ളൂ. ഇപ്പോൾ വീണ്ടും നിൽക്കുകയാണ്. ഇതാ ഒരു മുട്ട് നിൽക്കുന്നുണ്ട്, ഇതാ ഒരു മുട്ട് നിൽക്കുന്നുണ്ട്, ഇതാ ഒരു ഫ്രൂട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ട് വേറെ ചെറിയൊരു ചരുവത്തിൽ നട്ടു വച്ചിരിക്കുന്നതാണ്. കണ്ട, ഞാൻ ഇതിൽ ചാരം മാത്രമാണ് ഇട്ടിരിക്കുന്നത്, വേറെ ഒരു ഇട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ്, ഒരെണ്ണം ആദ്യമായിട്ട് കായ്ച്ചത്. അതിൻ്റെ പൂവാണ് ഈ നിൽക്കുന്നത്, ആദ്യമായിട്ട് കായ്ച്ചത്. ഈ പൂവും ഈ കായൊക്കെ ഈ ബക്കറ്റിലിരിക്കും. അതിലും ചാരം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വേണ്ട, ബക്കറ്റിൽ വേറെയും കായകൾ നിൽക്കുകയാണ്. നിൽക്കുന്നു, മുട്ട് നിൽക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കൂടാതെ ഒരു മുട്ട് നിൽക്കുന്നു, കുറേ മുട്ടുകൾ നിൽക്കുന്നു. വീണ്ടും ചെറിയ ചട്ടികളിലൊക്കെ നട്ടു വച്ചിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ പൊടിച്ച് വരുന്നേ ഉള്ളൂ. ഇതെല്ലാം അടുത്ത വർഷം കായ്ക്കുന്നതായിരിക്കും. ഇതൊക്കെ പടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇതും ഇനി അടുത്ത വർഷമേ കായ്ക്കുള്ളൂ. ഈ വർഷം കായ്ക്കുന്നതാണെങ്കിൽ വേറൊരു ചട്ടിയിൽ കണ്ട ഒരു ബക്കറ്റിൽ, ഇത് ഒരു ചെറിയ ബക്കറ്റ്, ഇത് ഞാൻ കഴിഞ്ഞ വർഷം നട്ടതാണ്. 1 വർഷമായി. ഒരു കായ് വന്ന് നിൽക്കുകയാണ്. കായ് 1 വർഷമായപ്പോഴത്തേക്കാണ് ഇത് കായ്ച്ചത്. ഈ ബാക്കിയെല്ലാം ഇപ്പോൾ നട്ടിരിക്കുന്നില്ല, ശാലിച്ച പടന്ന് തുടങ്ങിയതുകൊണ്ട് ഇതെല്ലാം അടുത്ത വർഷം എനിക്ക് കായ്കൾ തരുന്നതായിരിക്കും. അടുത്ത വർഷമാകുമ്പോൾ ഇവിടെ നിറച്ച് ഫ്രൂട്ട് കാണും. ഇതെല്ലാം വളരും 1 വർഷം കൊണ്ട്. ചവരിൽ പിടിച്ചിട്ട് പോവുകയാണ്. ഇതെല്ലാം ടെറസിൻ്റെ മുകളിലാണ് നട്ടിരിക്കുന്നത്. ടെറസിൻ്റെ മുകളിൽ നട്ടത് ഇങ്ങനെ പടന്ന് വരികയാണ്. ഇത് ഈ ബക്കറ്റിൽ, ഈ ചട്ടിയിൽ നട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പൊടിച്ച് വരുന്നു. അതിലാണ് ഇതിൻ്റെ കൊമ്പ് കണ്ട, അതിൻ്റെ കൊമ്പിലാണ് അത് 1 വർഷമായി ഒരു മുട്ട നിൽക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം, ഇത് 2 വർഷമായതാണ്. കഴിഞ്ഞ വർഷം കായ്ച്ച് ഇപ്പോൾ ഒരു ഫ്രൂട്ട് നിൽക്കുകയാണ്, പറിക്കാറായി. ഒരു മുട്ട്, ഇവിടെ ഒരു മുട്ട് നിൽക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് ഇത്രയും വലുതായിട്ടുണ്ട്. ബക്കറ്റിൽ കണ്ട ചാരം 2-3 കായ്കൾ നിൽക്കുകയാണ്. ഇതെല്ലാം ഇനി മുട്ട് വരുമോയെന്ന് അറിഞ്ഞുകൂടാ. ഇതെൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞയായി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 2 കായ് വന്നെങ്കിലും ഞാൻ പിന്നെ വെയിലത്തൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഇലയെല്ലാം പഴുത്തു പോയത്. ഇപ്പോൾ നിറച്ചിവിടെ വേറെയൊക്കെ മൂടുകൾ വെച്ചതുകൊണ്ട് ഇനി വെയിൽ പറിക്കുമ്പോഴും നല്ലവണ്ണം വെള്ളം ഒഴിക്കണമെന്ന് വിചാരിക്കുകയാണ്. ടെറസിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇത്രയും ഫ്രൂട്ട് വന്നപ്പോഴും സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് എന്തായാലും വെള്ളം ഒഴിക്കണമെന്ന്, വെള്ളം ഒഴിച്ച് ചാരം ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടും. 1 വർഷത്തിൽ തന്നെ കായ്ക്കുന്നതായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് ഇത് മാത്രം ചെറിയൊരു കായ്. എന്താണ് പറ്റിയെന്ന് പറഞ്ഞത്, ഇനി ചെറിയ കൊമ്പായതുകൊണ്ട് അതിൻ്റെ അറ്റത്താണ് കായ്ച്ചത്. ഞാൻ വിചാരിച്ചത് അത് പൂ കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചാണ്. എന്തായാലും അത് പൂ പിടിച്ച് ഒരു കായും വന്നിട്ടുണ്ട്, ചെറിയ കായ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഫ്രൂട്ട് കിട്ടും. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. കഴിഞ്ഞ വർഷം കഴിച്ചപ്പോഴും നല്ല മധുരമായിരുന്നു. 2 കായേ കഴിഞ്ഞ വർഷം കായ്ച്ചുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് കളറാണ്. ഇത് മുറിക്കുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഇടാം. അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ചുവയിരിക്കും. ഇന്ന് ഇത്രയും പഴുത്തതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ കളറാകുമ്പോൾ തന്നെ അവർ മുറിച്ചെടുക്കും. പക്ഷെ അതിന് അത്രയും മധുരമില്ല. പക്ഷെ നമ്മൾ നല്ലവണ്ണം കളറടിച്ചതിന് ശേഷം ഇത് മുറിക്കുകയുള്ളൂ, അടുത്തെടുക്കുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇതെല്ലാം ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ചത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോഴാണ് ഇത്രയെങ്കിലും പച്ച കളർ വന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടത്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ മഞ്ഞളിച്ചില്ലാതായി പോവും. പക്ഷെ എന്തായാലും ഇത് അഴുകിയില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള തണ്ടിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ മഞ്ഞളിച്ചത്. പക്ഷെ ആ മഞ്ഞളിച്ച കൊമ്പിലൊന്നും പൂത്തൂല, കായും വന്നില്ല. കണ്ട, ഇത് മഞ്ഞളിച്ച കൊമ്പാണ്. അതിലിതാ പൂവൊന്നും വന്നില്ല.
ഇത് ഈ കൊമ്പ് മഞ്ഞളിച്ച കൊമ്പാണ്, അതിലും ഒന്നും വന്നില്ല. പക്ഷെ മഞ്ഞളിക്കാത്ത അടിയിൽ നിന്ന കൊമ്പുകളിലാണ്. ഈ കൊമ്പിൽ വലിയ മഞ്ഞളിപ്പില്ല, അതിലിതാ മുട്ട് വന്നിട്ടുണ്ട്. ഇത് മീതെ നിന്ന കൊമ്പ് തന്നെയാണ് കായ് വന്ന് നിൽക്കുന്നത്. വളരെ ടേസ്റ്റിയായിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു മൂടെങ്കിലും വാങ്ങിച്ച് നടണം. ഞാനാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം 150 രൂപ വെച്ച് 2 കഷ്ണം ബക്കറ്റിൽ താഴെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ നട്ടു വെച്ചിരുന്നു. അതിൽ നിന്നാണ് മുറിച്ചെടുത്ത് ഇത്രയും മൂടുകളാക്കിയത്. ഞാൻ കുറേ പേർക്ക് കൊടുക്കുകയും ചെയ്തു. മഴയത്ത് ഇപ്പോൾ ഒടിഞ്ഞ് വീണപ്പോഴത്തേക്കും ശരിക്കും കൊമ്പുകൾ ആളുകൾക്ക് കൊടുത്തായിരുന്നു. എല്ലാ വീടുകളിലും വരട്ടെ, അവർ വിഷമില്ലാത്തത് നമ്മൾ മരുന്ന് കളിക്കുന്നതിലേ വാങ്ങിച്ച് കഴിക്കണം. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് നല്ല സാധനം കിട്ടുമല്ലോ. ചെറിയ മൂട്ടിലുള്ള മുട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇത് അതിൽ കായ് ഇത്രയും ചെറിയ മൂട്ടിൽ കണ്ട, ഇത്രയും ചെറിയ തൈ, ചെറിയ ബക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അതിലിങ്ങനെ കായ് വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി.